ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിപ്പിൾ എസ് ഫാമിലി. അപ്പോൾ ഇന്ന് തിരുവാതിരയാണ്, ധനുമാസത്തിലെ തിരുവാതിര. പാർവതിയും ശിവൻ്റെയും മാംഗല്യം നടന്ന ദിവസം എന്നാ പറയുക അല്ലേ. അപ്പോൾ ഇത്തവണത്തെ തിരുവാതിരയ്ക്ക് കാച്ചിൽ പുഴുക്കും പിന്നെ കൂവപ്പായസം ഉണ്ടാക്കാമെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ഇതിനായിട്ട് കാച്ചിൽ, നീലക്കാച്ചിൽ, വെള്ളക്കാച്ചിൽ, പിന്നെ കൂർക്ക, മധുരക്കിഴങ്ങ് ഇതെല്ലാം ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിനോടൊപ്പം പുഴുക്കിലിടാനായിട്ട് തേങ്ങ, ചെറിയ ജീരകം, കുരുമുളക്, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം കൂടെ അരച്ചെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നീലക്കാച്ചിലും വെള്ളക്കാച്ചിലും കൂർക്കയും മധുരക്കിഴങ്ങും എല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായി വേവിച്ചെടുത്തു. അതിനോടൊപ്പം തന്നെ വൻപയറും കൂടെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് അരച്ചെടുത്ത തേങ്ങയും ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഉപ്പും ചേർത്തെടുക്കുക. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ പുഴുക്ക് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ കൂവപ്പായസമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഇതാണ് കൂവപ്പായസം ഉണ്ടാക്കി കഴിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ശർക്കര പാനി, നന്നായിട്ട് ശർക്കര കുറുക്കിയെടുത്ത പാനിയാണിത്. ഇത് ശർക്കര പൊടി തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ശർക്കര പൊടിയാണ് ശർക്കര പാനിയാക്കി എടുത്തത്. അത് ഏകദേശം ഒന്ന് നന്നായിട്ട് പാനിയായി വന്നതിന് ശേഷം അതിലേക്ക് കൂവപ്പൊടി വെള്ളത്തിൽ കലക്കി, ആ കൂവ വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. അത് ചേർത്ത് വീണ്ടും നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. നല്ല പോലെ കുറുക്കിയെടുക്കുക. കൂവപ്പൊടി നമുക്ക് പാക്കറ്റിലായിട്ടൊക്കെ പൊടിയായിട്ടൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ കൂവുള്ളവരത് ഉണക്കി പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പണ്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് പൊടിയാണ് കയ്യിലുള്ളത്. നന്നായി അത് കുറുകി വന്നതിന് ശേഷം അതിലേക്ക് തേങ്ങ ചിരകി വെച്ചത് അതാണ് കേട്ടോ ചേർക്കുന്നത്. വളരെ കുറച്ച് മതി, പെട്ടെന്ന് കുറുകുന്നത് കാരണം. വളരെ ചെറിയൊരു കുറച്ച് ഭാഗം തേങ്ങയാണ് കേട്ടോ അതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഏലക്ക പൊടിച്ച് വെച്ചതും പിന്നെ തെച്ചിപ്പൂവാണ് കേട്ടോ ചേർക്കുന്നത്. 2-3 അല്ലി ചേർത്താൽ മതി. അത് ചേർത്ത് അതും കൂടി ഇട്ട് നന്നായിട്ട് കുറുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കൂവ പെട്ടെന്ന് കോൺഫ്ലോർ പോലെ അടിയിൽ പിടിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുറുക്കിയെടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കൈമാറ്റി കൊടുക്കുക. അതായത് ഒരാൾ അവിടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആൾക്ക് പെട്ടെന്ന് തന്നെ കൈമാറ്റി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. പിന്നെ നമ്മൾ 2 നുള്ള തുളസി ഇലയും കൂടെ ചേർക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ച കിസ്മസ്, മുന്തിരി, അണ്ടിപ്പരിപ്പ് ഇതെല്ലാമാണ് ചേർക്കുന്നത്. നെയ്യിൽ വറുത്ത് വെച്ചതാണ് അത് നേരത്തെ. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇളക്കുക. ഏകദേശം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്, നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യും കൂടെ ചേർക്കേണ്ടതുണ്ട്. നല്ല നെയ്യ് ഒരു 2-3, നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രത്തോളം 2-3 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൂവപ്പായസം ഇവിടെ നല്ല റെഡിയാണ്. ഇത് നമ്മുടെ ശരീരത്തിന് പല ഔഷധമായിട്ട് തന്നെ ഉപയോഗിക്കുന്നതാണ്. ശരീരത്തിനും അസുഖങ്ങൾക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കൂവ. ഇതിൻ്റെ പായസവും നല്ലതാണ് ശരീരത്തിന്. അതുകൊണ്ട് തന്നെയാണ് തിരുവാതിര ദിവസം അത് കഴിച്ചാൽ നല്ലതാണെന്നും കൂടെ പറയുന്നത്. അങ്ങനെ നമ്മുടെ കൂവപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇത് മാറ്റിയെടുക്കാം. ഇളക്കി തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് തീ ഓഫ് ചെയ്യുക കേട്ടോ നമുക്ക്. എന്നിട്ട് പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ കൂവപ്പായസവും കൂടെ റെഡി ആയിട്ടുണ്ട്. അത് ഒഴിക്കാനുള്ള ഒരു ഉരുളിയിലാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഈ കൂവപ്പായസവും നമ്മുടെ കാച്ചിൽ പുഴുക്കും ഒരുമിച്ച് ചേർത്തിട്ടാണ് നമ്മൾ നേദ്യം പോലെ വെക്കുന്നത്. പാർവതി ദേവിക്കും ശിവനും വേണ്ടിയിട്ട് നമ്മൾ നേദ്യമായിട്ട് ഇന്ന് ഇതാണ് വെച്ചിട്ടുള്ളത്. ഞാനിതാണ് ഉണ്ടാക്കിയത് ഇന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.